നമുക്ക് നല്ലൊരു അടിപൊളി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് നന്നായി വൃത്തിയാക്കിയ കൂന്തൽ വേണം. ഇതൊരു 1/2 കിലോൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 5 ചെറിയ ഉള്ളി, ഒരു 2 സബോളയും, പിന്നെ ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ചീരകം കൂടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് നമ്മൾ പൊടിപൊടിയായി എരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ച മണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ചെറുതായി എരിഞ്ഞ നമ്മുടെ ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി എന്ന് പറയും, ആ ചുവന്നുള്ളി, പിന്നെ 2 സബോള നമ്മൾ ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് കരിഞ്ഞു പോവാതെ നോക്കണം. നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് നമ്മുടെ പൊടികൾ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കിലോൻ്റെ അടുത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എരിവ് ഇതൊക്കെ പാകത്തിന് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, ഇത് 4 ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാൻ മാത്രമല്ല, ഞാൻ ഇടയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് വഴറ്റുമ്പോൾ. പിന്നെ ഈ 4 പൊടികളും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി അതിൻ്റെ പച്ച മണമൊക്കെ പോയി ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്, തക്കാളി അതിന് മുമ്പ് ചേർക്കരുത്. പൊടികൾ വഴണ്ട് വരാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നമ്മളൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എല്ലാ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അല്ലെങ്കിൽ കണവ ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ആ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂന്തലിന് അളവിനനുസരിച്ച് വെള്ളം എടുത്തോളൂ. ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. ആ 1 ഗ്ലാസ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. കാരണം കൂന്തൽ വേവാനായിട്ട് ഇത്തിരി സമയം വേണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അത് നന്നായി മൂടി വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തുറന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വന്ന് നമുക്ക് റോസ്റ്റാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കപ്പോൾ ഒന്ന് കുറുകിയ വെള്ളം ഒന്ന് കുറുകിയ പരുവത്തിലേക്ക് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി വേണ്ടവർക്ക് ഈ അളവിൽ തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഞാൻ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒരു കുരുമുളക് പൊടിയും കൂടി ഒന്ന് വിതരണുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അതൊന്ന് ലാസ്റ്റ് ചെയ്താൽ മതി. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് നല്ല അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മോളൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്